നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. തൃശൂർ പൂരത്തിനോടനുബന്ധിച്ച് പാറമേക്കാവ് വിഭാഗത്തിന്റെ പൂരപ്പന്തൽ കാൽ നാട്ടുകർമ്മം നടന്നു. തെക്കേ സ്വരാജ് റൗണ്ടിലെ മണികണ്ഠനാലിലാണ് പന്തലിന്റെ കാൽ നാട്ടിയത്. ചേർപ്പ് ബാലസംഘം മേനൽത്തുമ്പി കലാജാഥയുടെ ചേർപ്പ് ഏരിയ പരിശീലന ക്യാമ്പിന് പഴുവിൽ തുടക്കമായി. ഉജ്ജ്വല ബാല്യം പുരസ്കാര ജേതാവ് ഹെവേന ബിജു ഉദ്ഘാടനം ചെയ്തു. അമിനിശ്ശേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ പരിധിയിലെ വിവിധ സ്ഥാപനങ്ങളിൽ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. തൃശൂർ കളക്ടറേറ്റിൽ ബോംബ് ഭീഷണി. ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തി. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരത്തിനോടനുബന്ധിച്ച് പാറമേക്കാവ് വിഭാഗത്തിന്റെ പൂരപ്പന്തൽ കാൽ നാട്ടുകർമ്മം നടന്നു. തെക്കേ സ്വരാജ് റൗണ്ടിലെ മണികണ്ഠനാലിലാണ് പന്തലിന്റെ കാൽ നാട്ടിയത്. മേക്കാവ് ക്ഷേത്രം മേൽശാന്തി കാരേക്കാട്ട് രാമൻ നമ്പൂതിരിയുടെ ഭൂമി പൂജയ്ക്ക് ശേഷമായിരുന്നു കാൽനാട്ട്. തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ചായിരുന്നു പന്തൽ കാൽനാട്ടുകർമ്മം. പൂരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആദ്യ ചടങ്ങുകളിൽ ഒന്നുകൂടിയാണ് പന്തൽ കാൽനാട്ട്. പാറമേക്കാവ് വിഭാഗത്തിന്റെ പൂരപ്പന്തൽ മണികണ്ഠനാലിലും തിരുവമ്പാടിയുടെ നടുവിലാലും നായിക്കനാലിലുമാണ് ഉയരുക. തിരുവമ്പാടി വിഭാഗത്തിന്റെ പന്തൽ കാൽനാട്ട് കർമ്മം ഈ മാസം 25-ന് നടക്കും. വെടിക്കെട്ടിന്റെ ഫയർ ലൈൻ പുറകിലോട്ട് വലിച്ച് കൂടുതൽ ആളുകളെ സ്വരാജ് റൗണ്ടിൽ ഉൾക്കൊള്ളിക്കാനുള്ള ശ്രമം നടത്തുമെന്നും ഇത്തവണ ഭംഗിയായി പൂരം നടത്താനാകുമെന്നും പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് പറഞ്ഞു. തൃശൂർ ഇന്ന് മുതൽ പൂരലഹരിയിലാണ്. ഇന്ന് കാലത്ത് 9:30 ബ്രഹ്മശ്രീ കരേക്കാട് രാമൻ നമ്പൂതിരിപ്പാടിന്റെ പൂജകൾക്ക് ശേഷം ദേശക്കാരെല്ലാവരും ചേർന്ന് പാറമേക്കാവ് വിഭാഗത്തിന്റെ മണികണ്ഠനാൽ പന്തലിന്റെ കാൽനാട്ട് കർമ്മമാണ് ഇപ്പോൾ നടന്നത്. പണികളിപ്പോൾ ആരംഭിക്കും. എടപ്പാട് നാദം ബൈജുവാണ് ഇതിന്റെ കോൺട്രാക്ടർ. ഏതാണ്ട് 100 അടി പൊക്കം ആണ് ഇതിന്. പല നിലകളിലായിട്ടുള്ള ഈ പന്തൽ ഇന്നു മുതൽ പൂരലഹരിയിൽ തന്നെയാണ് തൃശ്ശൂർ. ഈ പൂരം വെടിക്കെട്ടിന് അനുമതി ആയല്ലോ, അനുമതി കിട്ടുമെന്നാണ് പറയുന്നത്. അതെ അതെ. എന്താണ് നിങ്ങൾക്ക് ഭേദഗതി വേണ്ടത് ഇതിനകത്ത്? അല്ല, തൽക്കാലം ഇങ്ങനെ നടക്കട്ടെ. ഭേദഗതി വരികയാണെങ്കിൽ വരട്ടെ. നമ്മൾ വേലയ്ക്ക് ചെയ്ത മാതിരി മാഗസിൻ ഒഴിവാക്കിയിട്ട് ഇത്തവണ വേറൊരു മാറ്റം കൂടി നോക്കുന്നുണ്ട്. ആ ഫയർ ലൈൻ കുറച്ചും കൂടി ഉള്ളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ തെക്ക് വശത്തുള്ള സ്വരാജ് റൗണ്ടിലെ ആൾക്കാരെ വളരെയധികം നിർത്താൻ പറ്റും. ആകെ 100 മീറ്റർ കിട്ടാത്ത ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. ബാറ്റയും രാഘവൻ നമ്പരും ഞങ്ങളൊരു 4-5 ദിവസം നടന്നപ്പോൾ നമുക്ക് കിട്ടിയത് എമ്മോ റോഡ് വരെ. എന്നിട്ട് ബാറ്റ മുതൽ രാഗം വരെ ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലായിടത്തും 100 മീറ്ററിൽ കൂടുതലുണ്ട്. അല്ല, വളരെ സൂക്ഷിച്ചിട്ടാണ് എല്ലാ സ്റ്റെപ്പ് കൊടുക്കുന്നത് ഇരു ദേവസ്വങ്ങളും. അപ്പോൾ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അത് ജില്ലാ ഭരണകൂടവും വളരെയധികം സഹകരിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പൂരം വെടിക്കെട്ട് മുൻ വർഷങ്ങളെക്കാൾ ഭംഗിയായി ആസ്വദിക്കാനാകുമെന്നും സർക്കാരും ദേവസ്വം ജില്ലാ ഭരണകൂടവും സഹകരിച്ച് അതിനുവേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കുന്നുണ്ടെന്നും VS സുനിൽകുമാർ പറഞ്ഞു. അതിഗംഭീരമായ രീതിയിൽ നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ആവേശകരമായ തുടക്കം എന്ന് പറയുന്നത് ഇന്ന് പാറമേക്കാവിൻ്റെ 100 അടിയിലധികം ഉയരമുള്ള അതിഗംഭീരമായിട്ടുള്ള മണികണ്ഠനാലിലെ പന്തലിൻ്റെ കാൽനാട്ട് കർമ്മം കഴിഞ്ഞിരിക്കുകയാണ്. ഇത്തവണത്തെ വെടിക്കെട്ട് കഴിഞ്ഞ വർഷത്തേക്കാളും അല്ലെങ്കിൽ മുൻകാലത്തേക്കാളും കൂടുതലായിട്ട് അടുത്തുനിന്ന് കാണാൻ കഴിയുന്ന ഞാൻ പ്രതീക്ഷിച്ചു. കാരണം എന്താ വെച്ചാൽ ഇത്തവണ ഫയർ ലൈനിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടെ അടുത്ത് വരാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്, ദേവസ്വം ബോർഡുമായി സഹകരിച്ചുകൊണ്ട്. ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രിയൊക്കെ അതിനെപ്പറ്റിയുള്ള വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തവണത്തെ പൂരം മുൻപ് ഏത് കൊല്ലത്തേക്കാളും ഗംഭീരമായി നടത്താനുള്ള ഒരുക്കങ്ങൾ
ഗംഭീരമായി നടക്കുന്നുണ്ട്. എല്ലാവരും കൂടി വന്നാൽ മതി. 100 അടി ഉയരത്തിൽ ഒരുക്കുന്ന ബഹുനില പന്തലിന്റെ നിർമ്മാണ ചുമതല എടപ്പാൾ നാഥം ബൈജുവിനാണ്. പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ ബാലഗോപാൽ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ, തട്ടകക്കാർ എന്നിവർ ചേർന്നാണ് കാൽനാട്ടിയത്. പാറമേക്കാവിന്റെ പൂരം ബ്രൗഷറും കാൽനാട്ടു കർമ്മ ചടങ്ങിൽ പ്രകാശനം ചെയ്തു. ചേർപ്പ് ബാലസംഘം വേനൽ തുമ്പി കലാജാഥയുടെ ചേർപ്പ് ഏരിയ പരിശീലന ക്യാമ്പിന് പഴുവിൽ തുടക്കമായി. ഉജ്ജ്വല ബാല്യ പുരസ്കാര ജേതാവ് ഹെവേന ബിജു ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് പ്രണവ് കൃഷ്ണ അധ്യക്ഷനായി. ജില്ലാ ജോയിന്റ് കൺവീനർ അഡ്വക്കേറ്റ് കെ വി ബാബു, ഏരിയ സെക്രട്ടറി ഏഞ്ചൽ മരിയ, കോർഡിനേറ്റർ ബസന്ത് കൃഷ്ണ, ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ്, എൻ ജി ജയരാജ്, ഒ എസ് സുബീഷ്, കെ സി രമേശ്, സി എ ശങ്കരൻ, ടി എസ് അഭിലാഷ് എന്നിവർ സംസാരിച്ചു. ഏപ്രിൽ 21-ന് ക്യാമ്പ് സമാപിക്കും. 22 മുതൽ 29 വരെ കലാജാഥ ഏരിയയിൽ പര്യടനം നടത്തും. അവണിശ്ശേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ പരിധിയിലെ വിവിധ സ്ഥാപനങ്ങളിൽ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. പകർച്ചവ്യാധി പ്രതിരോധ നടപടികളുടെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ നിയമലംഘനം കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചു. അനാരോഗ്യകരമായി പ്രവർത്തിച്ച ഹോട്ടൽ, കൊതുക് വളരാൻ സാഹചര്യമൊരുക്കിയ 2 ആക്രി സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത്. ശാസ്ത്രീയമായ ദ്രവമാലിന്യ സംസ്കരണ സംവിധാനമില്ലാതിരുന്ന കാറ്ററിംഗ് സ്ഥാപനത്തിന് നോട്ടീസ് നൽകുകയും ചെയ്തു. പകർച്ചവ്യാധി പടരും വിധം നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആര്യ വിജയകുമാർ പറഞ്ഞു. പരിശോധനാ സംഘത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ പി പി ദേവദാസ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് തോമസ്, ടി എം ലിനിത എന്നിവർ പങ്കെടുത്തു. തൃശൂർ കളക്ടറേറ്റിൽ ബോംബ് ഭീഷണി. ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തി. കേരള പോലീസിന്റെ K9 ഡോഗ് സ്ക്വാഡാണ് പരിശോധന നടത്തിയത്. കളക്ടറേറ്റ് വരാന്തയിലും മറ്റു ഭാഗങ്ങളിലുമായി അരമണിക്കൂറോളം പരിശോധന നടത്തിയെങ്കിലും ബോംബ് ഭീഷണിയില്ലെന്ന് ഡോഗ് സ്ക്വാഡ് സ്ഥിരീകരിച്ചു. ഇന്ന് പുലർച്ചെ 4:30-നാണ് RDOയുടെ ഔദ്യോഗിക ഇമെയിലിലേക്ക് റാണ തഹാവൂർ എന്ന വ്യക്തിയുടെ പേര് ചേർത്ത മെയിൽ ID-യിൽ നിന്ന് ഉച്ചയോടെ കളക്ടറേറ്റിൽ ബോംബ് വയ്ക്കുമെന്ന ഭീഷണി സന്ദേശം ലഭിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിലെ പ്രതിയെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. കോടന്നൂർ വിഷുപൂരത്തിനിടെയാണ് സംഭവമുണ്ടായത്. കോടന്നൂർ സ്വദേശി മാടമ്പിക്കാട്ടിൽ വീട്ടിൽ 36 വയസ്സുള്ള ശ്രീജിത്തിനെയാണ് ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 14-ാം തീയതി രാത്രി 11:30-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കോടന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ വിഷു പൂരം ഡ്യൂട്ടിക്കിടെ സിവിൽ പോലീസ് ഓഫീസറായ അജിത്തിനെയും ഒപ്പമുണ്ടായിരുന്ന മാള പോലീസ് സ്റ്റേഷനിലെ സിജോയെയും തടഞ്ഞു നിർത്തി പ്രതി പിടിച്ചുമാറ്റുകയും അസഭ്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം വരുത്തുകയും ചെയ്തുവെന്നാണ് കേസ്. പൂരത്തിനിടെ ഡ്യൂട്ടി ചെയ്തു വരവെ കാവടി സെറ്റ് കോടന്നൂർ സെന്ററിൽ എത്തിയ സമയം കാവടി സെറ്റിനടിയിലേക്ക് കയറി വന്ന പടക്കം പൊട്ടിച്ചവരെ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിച്ചപ്പോഴാണ് ശ്രീജിത്ത് പോലീസ് ഉദ്യോഗസ്ഥരുടെ അടുത്തെത്തി അവരെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുകയും ജോലി തടസ്സപ്പെടുത്തുകയും ചെയ്തത്. സംഭവത്തിൽ സിവിൽ പോലീസ് ഓഫീസർ അജിത്തിന്റെ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ശ്രീജിത്തിന് ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ ഒരു അടിപിടി കേസും ഭീഷണിപ്പെടുത്തിയതിനുള്ള ഒരു കേസുമുണ്ട്. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ C രമേശ്, സബ് ഇൻസ്പെക്ടർമാരായ സജീബാൽ, ഷാജു, സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിബിൻ, സിൻഡി, വിപിൻ, മുഹമ്മദ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കത്തോലിക്ക കോൺഗ്രസ് പഴുവിൽ ഫൊറോന സമിതിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ഉപവാസ സമരം നടത്തി. തൃപ്രയാർ സെന്റ് ജൂഡ് പള്ളിക്ക് മുന്നിൽ നടന്ന പ്രതിഷേധം പഴുവിൽ ഫൊറോന വികാരി ഫാദർ വിൻസെന്റ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. അത്ഭുതകരമായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നത് ഇപ്രകാരം അത്ഭുതകരമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ സ്വയം മറ്റ് പല ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിച്ച് നാശത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവനെ പിന്തിരിപ്പിക്കുക, അവനെ നേർവഴിക്ക് നയിക്കുക എന്നത് ഓരോ മനുഷ്യന്റെയും ഉത്തരവാദിത്വമാണ്. അപ്പൊ അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇന്നത്തെ സമൂഹത്തെ വിലയിരുത്തുമ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ, അപകടകരമായ കാര്യങ്ങൾ, വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് മാധ്യമങ്ങളിലൂടെയാണല്ലോ ഈ ലോകത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്ത് നടക്കുന്ന വിശദമായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ സാധിക്കുക. ഈയിടെ മലപ്പുറം വാളാഞ്ചേരിയിൽ ലഹരി ഉപയോഗിക്കുന്നവരിൽ എയ്ഡ്സ് രോഗം സ്ഥിരീകരിക്കുകയുണ്ടായി എന്ന് പത്രവാർത്തയിലൂടെ അറിയുകയുണ്ടായി. വളരെ നിരാശാജനകമായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു അത്.
9 പേർക്കാണ് അത്തരം ദുരന്തം ഉണ്ടായത്. കാരണം അവർ ഒരേ സിറിഞ്ച് ലഹരി കുത്തിവെക്കാനായിട്ട് ഉപയോഗിച്ചു. അത് കാരണത്താൽ ഈ രോഗം ബാധിക്കാനായിട്ട് ഇടവരികയും ചെയ്തു. പഴുവിൽ ഫൊറോന കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തുറയൻ അധ്യക്ഷത വഹിച്ചു. ഫൊറോന സെക്രട്ടറി ഓസ്റ്റിൻ പോൾ, നെഹ്റു സ്റ്റഡി സെന്റർ കൺവീനർ രാമൻ നമ്പൂതിരി, മാപ്പിളപ്പാട്ട് കലാകാരൻ ഉമ്മർ പഴുവിൽ, പഴുവിൽ ഫൊറോന കൗൺസിൽ സെക്രട്ടറി എ ആന്റണി, സെയിന്റ് പള്ളി കൈക്കാരൻ CA സോബി, മധ്യവിരുദ്ധ സമിതി ഫൊറോന പ്രസിഡന്റ് ജോസ് ആലപ്പാട്ട് എന്നിവർ സംസാരിച്ചു. നാട്ടിക യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റാനിഷ് കെ രാമൻ ഉപവാസം അനുഷ്ഠിക്കുന്നവർക്ക് കണിക്കൊന്ന പൂവ് നൽകി അഭിവാദ്യം അർപ്പിച്ചു. വിവിധ ഇടവകകളിലെ പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. വാടാനപ്പള്ളിയിൽ മദ്യലഹരിയിൽ സുഹൃത്തിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കോട്ടയം കാഞ്ഞിപ്പള്ളി വട്ടക്കപ്പാറ വീട്ടിൽ 39 വയസ്സുള്ള സാജൻ ചാക്കോയെയാണ് വാടാനപ്പള്ളി പോലീസ് സംഭവ സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്തത്. അടൂർ പത്തനംതിട്ട സ്വദേശി പടിഞ്ഞാറ്റതിൽ വീട്ടിൽ അനിൽകുമാർ എന്നയാളും സാജൻ ചാക്കോയും തൃത്തല്ലൂർ മുളു ബസാറിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ഡ്രൈവർ ജോലി ചെയ്യുന്നവരാണ്. ഇന്നലെ രാത്രി 11:30യോടെ ഒന്നിച്ച് താമസിച്ചു വന്നിരുന്ന മുളു ബസാറിന് സമീപത്തായുള്ള വീടിന്റെ 1-ാം നിലയിൽ വെച്ച് മദ്യപിക്കുകയും തുടർന്നുണ്ടായ വാക്കുതർക്കത്തിനിടയിൽ സാജൻ ചാക്കോ അനിൽകുമാറിനെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട ശേഷം സാജൻ ചാക്കോയും താഴേക്ക് ഇറങ്ങി വന്ന് മുറ്റത്ത് വീണ് കിടക്കുന്നുണ്ടായിരുന്ന വലിയ സിമന്റ് ഇഷ്ടിക കൊണ്ട് തലയിലും നെഞ്ചത്തുമായി ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ BS ബിനു, സബ് ഇൻസ്പെക്ടർമാരായ ശ്രീലക്ഷ്മി, റഫീഖ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രാജ്കുമാർ, ജിനേഷ്, സിവിൽ പോലീസ് ഓഫീസർ അമൽ എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കള്ളുഷാപ്പിൽ വെച്ചുണ്ടായ തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യത്താൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായ പ്രതികളെ റിമാൻഡ് ചെയ്തു. കല്ലുംകടവ് സ്വദേശിയായ പട്ടാട്ട് വീട്ടിൽ 42 വയസ്സുള്ള ഷജീർ, വലപ്പാട് മുരിയാംതോട് സ്വദേശിയായ കണ്ണോത്ത് വീട്ടിൽ 40 വയസ്സുള്ള ഉണ്ണികൃഷ്ണൻ എന്നിവരെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെ വൈകിട്ട് 6:30ഓടെ പുളിക്കക്കടവ് കള്ളുഷാപ്പിന് സമീപത്തുണ്ടായ തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യത്താൽ വലപ്പാട് സ്വദേശിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലാണ് പ്രതികളെ റിമാൻഡ് ചെയ്തത്. വതിയാശ്ശേരി വീട്ടിൽ 47 വയസ്സുള്ള ഷിയാസിനെയാണ് വെട്ടുകത്തികൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. സംഭവത്തിലെ പ്രതികളായ ഇടത്തിരുത്തി കല്ലുംകടവ് സ്വദേശിയായ പട്ടാട്ട് വീട്ടിൽ 42 വയസ്സുള്ള ഷജീർ, വലപ്പാട് മുരിയാംതോട് സ്വദേശിയായ കണ്ണോത്ത് വീട്ടിൽ 40 വയസ്സുള്ള ഉണ്ണികൃഷ്ണൻ എന്നിവരെ വലപ്പാട് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഷജീറിന്റെ പേരിൽ വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ 3 അടിപിടി കേസുകളും ഉണ്ണികൃഷ്ണന്റെ പേരിൽ വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ 2 അടിപിടി കേസുകളുമുണ്ട്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ എബിൻ, സാബു, ആന്റണി ജിമ്പിൾ, സിവിൽ പോലീസ് ഓഫീസർമാരായ ലെനിൻ, പ്രണവ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ബാറിൽ വെച്ച് യുവാവിനെ വടിവാൾ വീശി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായ 2 പ്രതികളെ റിമാൻഡ് ചെയ്തു. നാട്ടിക AKG സ്വദേശികളായ വട്ടേക്കാട് വീട്ടിൽ ചുപ്പാരു എന്ന് വിളിക്കുന്ന 26 വയസ്സുള്ള അമൽ, പട്ടാട്ട് വീട്ടിൽ 21 വയസ്സുള്ള മിഥുൻ എന്നിവരെ വലപ്പാട് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ വിഷു ദിവസം തളിക്കുളത്തുള്ള ബാറിൽ വെച്ച് പ്രതികളെ തുറിച്ചു നോക്കിയെന്നാരോപിച്ച് നാട്ടിക സ്വദേശിയായ പള്ളത്ത് വീട്ടിൽ 45 വയസ്സുള്ള വിപിൻ കുമാർ എന്നയാളെ വാളുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് കേസ്. വിപിൻ കുമാറും സുഹൃത്തുക്കളും തളിക്കുളത്തുള്ള ബാറിൽ നിന്ന് മദ്യപിച്ച് പുറത്തേക്ക് വരുമ്പോൾ ബാറിൽ നിന്ന് തന്നെ ഇറങ്ങി വന്ന അമലും മിഥുനും മറ്റു 2 പേരും ചേർന്ന് വിപിൻ കുമാറുമായി തർക്കമാവുകയും പിടിച്ചു തള്ളിയിടുകയും മുഖത്തിടിച്ച് പരിക്കേൽപ്പിക്കുകയും വടിവാൾ കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയുമായിരുന്നു. പ്രതികളിൽ ഒരാളായ അമലിന് വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ 1 അടിപിടി കേസും അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തിയതിന് 2 കേസുകളും അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ 1 അടിപിടി കേസുമുണ്ട്. മിഥുന് വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ 2 അടിപിടി കേസുകളുമുണ്ട്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK രമേശിന്റെ നേതൃത്വത്തിൽ SI എബിൻ, പ്രൊബേഷൻ SI ജിഷ്ണു, ഡ്രൈവർ GSI ചഞ്ചൽ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 8,815 രൂപ, പവന് 70,520 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. തൃശൂർ പൂരത്തിനോടനുബന്ധിച്ച് പാറമേക്കാവ് വിഭാഗത്തിന്റെ പൂരപ്പന്തൽ കാൽ നാട്ടുകർമ്മം നടന്നു.
തെക്കേ സ്വരാജ് റൗണ്ടിലെ മണികണ്ഠനാലിലാണ് പന്തലിന്റെ കാൽ നാട്ടിയത്. ചേർപ്പ് ബാലസംഘം മേനൽത്തുമ്പി കലാജാഥയുടെ ചേർപ്പ് ഏരിയ പരിശീലന ക്യാമ്പിന് പഴുവിൽ തുടക്കമായി. ഉജ്ജ്വല ബാലയം പുരസ്കാര ജേതാവ് ഹെവേന ബിജു ഉദ്ഘാടനം ചെയ്തു. അമിനിശ്ശേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ പരിധിയിലെ വിവിധ സ്ഥാപനങ്ങളിൽ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. തൃശൂർ കളക്ടറേറ്റിൽ ബോംബ് ഭീഷണി, ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.